അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആമിന തൃശ്ശൂർ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. പിന്നെ ഞങ്ങൾ വെറുതെ ഈ നേരത്ത് പുറത്തൊന്നും വന്ന് അങ്ങനെ ഇരിക്കാറില്ല. പക്ഷേ ഇന്നൊന്ന് പുറത്തിരിക്കാൻ തോന്നി. വേറെ ഒന്നുമല്ല കേട്ടോ. ആദ്യം പുറത്തൊന്നും വന്നിരുന്നിട്ട് അത് പറഞ്ഞു ഉമ്മ വായു നല്ല കാറ്റുണ്ട്. അപ്പോൾ നല്ല കാറ്റുണ്ട് കിട്ടുന്നു. എന്താണെന്നറിയില്ല, വൃശ്ചികക്കാറ്റ് എന്നൊക്കെ കേട്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് വൃശ്ചികക്കാറ്റിന് ഭയങ്കര ഒരു ഈണമൊക്കെ ആയിരുന്നു അല്ലേ, നല്ലൊരു കുളിരൊക്കെയുള്ള ഈ വൃശ്ചികക്കാറ്റ് ഊതാറുണ്ട്. ഇപ്പോൾ ആ ഒരു വൃശ്ചികക്കാറ്റാണെന്ന് തോന്നുന്നു, നല്ല രസമായ കാറ്റ്. അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ ആ ഒരു എന്താ പറയുക മാധുര്യത്തിൽ അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി എനിക്കൊരു വീഡിയോ ഇടണമെന്ന്. വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ കാരണം. പിന്നെ ഞങ്ങൾ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു കാറ് വാങ്ങി. അൽഹംദുലില്ലാ, സെക്കൻഡ് കാറാണ് കേട്ടോ, പക്ഷേ സെക്കൻഡ് ഓർഡറാണ്. തരക്കേടില്ലാത്ത ഒരു കാറ്. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷം തോന്നി. കാരണം വീടായിട്ട് കാറ് മേടിക്കാമെന്ന് വിചാരിച്ചൊരു പക്ഷേ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കുമെന്നതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിന്ന് ആ വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഒന്നും വീഡിയോ ഇടുന്നില്ല എന്ന് മൊത്തത്തിൽ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതും ഇങ്ങനെ വിളിച്ചിട്ട് കാറ്റ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്നിരുന്നത്. നല്ല കാറ്റ് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാണ് അല്ലേ. നമ്മൾ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടല്ലേ പങ്കുവയ്ക്കുക. അപ്പോൾ അത് നിങ്ങളോട് കൂടി പറയാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല കാറ്റുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീടിൻ്റെ ഉള്ളിലിരിക്കാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാറ്റ് ഫീൽ ചെയ്യും. കാരണം ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല. ഇറങ്ങിയപ്പോഴാണ് അത് നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഫുഡിങ് കഴിഞ്ഞോന്ന് അറിയില്ല കേട്ടോ. സമയം കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ഫുഡ് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ സൈഡിലായിട്ടുണ്ടാവില്ല. നമ്മുടെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമസ്കാരമൊക്കെ നിസ്കരിച്ചിട്ടില്ല, നമസ്കരിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോഴുമാണ് ഇതിൻ്റെ ഒരു വിളി ഉണ്ടായത്. അപ്പോൾ ഒരു ഗസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ ഇത്തിരി നേരം വൈകി. വേറെ എന്തെന്നാ അപ്പോൾ പറയാം, നല്ല കാറ്റ് കേട്ടോ. അതേ കണ്ട തട്ടൊക്കെ എൻ്റെ പറക്കണം. നല്ല കാറ്റ്, സുഖമുള്ളൊരു കാറ്റില്ല, നല്ലൊരവസ്ഥയാണ്. ഒരു പണ്ടത്തെ കാലത്തേക്ക് ഒന്ന് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളിവിടെ വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇരിക്കാറില്ല ഈ നേരത്തൊന്നും. അപ്പോൾ ഈ കാറ്റ് അത് ഒരു ഒന്നൊന്നര കാറ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു കൂളിങ്. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ചെക്ക് ചെയ്തോ? ആരെങ്കിലും നോക്കിയോ? എൻ്റെ വീഡിയോ കണ്ടില്ല എന്ന് തോന്നിയോ? അപ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ ഒരാൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ, ഒന്നൊന്നര സന്തോഷം. ഒരു സന്തോഷമല്ല, ഒന്നൊന്നര സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ സമർപ്പിക്കുകയാണ്. നല്ല കാറ്റുള്ള ഈ ഒരു സന്ധ്യ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, സന്ധ്യയൊക്കെ കഴിഞ്ഞ് പോയി ശവാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ രാത്രിയുടെ യാമങ്ങളൊന്നും പറയാൻ പറ്റില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിളിച്ചോ, നിങ്ങളൊക്കെ എന്നെ അങ്ങോട്ട് പറഞ്ഞു. ഇന്ന് 2-3 കണ്ടൻറ്റുകൾ എനിക്ക് കിട്ടിയിട്ടോ വീഡിയോ ഇടാനായിട്ട്. പക്ഷേ അതൊന്നും കറക്റ്റായിട്ട് കൊണ്ടുവരാനുള്ളൊരു മൂഡ് ഫീൽ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ന്യൂസ് കേട്ടു, ഭയങ്കര ഭീതിദായകമായി തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 3 വയസ്സ് മാത്രം പ്രായമായൊരു കുഞ്ഞ്, നമ്മൾ സാധാരണ നമ്മുടെ മക്കളെയൊക്കെ അംഗൻവാടികളിൽ വിടുന്നുണ്ടല്ലേ, അംഗൻവാടിയിൽ പോയ ആ കുഞ്ഞ് തലയിടിച്ച് താഴെ വീണു. ബെഞ്ചമിന്ന് വീണതാണ്, പക്ഷെ തല താഴ്ത്തടിച്ചു. പക്ഷേ അത് ടീച്ചേഴ്സും ബന്ധപ്പെട്ടവരും വീട്ടുകാരെ അറിയിച്ചില്ല. വീട്ടുകാർക്കത് അറിയില്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ കുട്ടിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത ഫീൽ ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ വിധി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇന്ത്യയിലെ ഇഞ്ചുറി ഉണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ന്യൂസ് കണ്ടില്ല, പക്ഷേ എന്നാലും ആ ന്യൂസ് ഞാൻ കേട്ടു. പക്ഷെ ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്കും അംഗൻവാടികൾക്കൊക്കെ വിടുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ അവരെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തെറ്റാർക്കും സംഭവിക്കാമല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് വീട്ടിൽ, അതൊക്കെ നമ്മുടെ വീട്ടിലാണെങ്കിലും സംഭവിക്കും. പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ ടീച്ചേഴ്സ് ഉടനെ തന്നെ വീട്ടുകാരെ അറിയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം തലയൊക്കെ അടിച്ച് വീണ് കഴിഞ്ഞാൽ എപ്പോഴും 24 മണിക്കൂർ നമ്മൾ ഒബ്സർവേഷനിൽ വെച്ചാലാണ് നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ നിസ്സാരമായിട്ട് ആരും കാണരുത്. ഇനിയിപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, കാരണം എൻ്റെ കാര്യം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഉണ്ണി കട്ടിലുമ കയറി കിടന്ന് കളിക്കുകയാണ്. അങ്ങനെ കളിച്ച് അവൻ്റെ തല വന്നിട്ട് എൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇടിച്ചു. ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ വീർമതി ഉണ്ട് കണ്ട. അങ്ങനെ ഇടിച്ച് നല്ല പോലെ അങ്ങ് വീർത്തു. അപ്പം തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടോ. കാരണം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞാലും മോന് സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അന്ന്
അന്ന് ഉണ്ണി വീണില്ലേ ഇവിടേക്ക്, തലയിൽ ഉമ്മാടെ തലയിൽ ഇവിടെ വീണില്ലേ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അപ്പോൾ നമുക്ക് വേദന ഉണ്ടെങ്കിൽ കൂടി വേണ്ട പറഞ്ഞു. പക്ഷെ അവൻ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി CT സ്കാൻ വരെ എടുത്ത് നോക്കി അവർ. കാരണം അവർ പറഞ്ഞു ഒബ്സർവേഷനിൽ വെക്കണം, 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അറിയണം പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വലിയ ആളുകൾക്ക് പോലും അത്രയും സെക്യൂർ ആണെങ്കിൽ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഇവിടെ ആയാലും ഇല്ലേ, സംഭവിക്കാനുള്ളത് സംഭവിക്കാനും നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു അശ്രദ്ധയായി മാറരുത്. ഞാൻ കൂടുതൽ ന്യൂസ് അതിനെക്കുറിച്ച് കണ്ടിട്ടില്ല, എന്നാലും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എല്ലാവരും അമ്മമാരാണല്ലേ, അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ അറിയാം, അവർക്കൊക്കെ അത് നല്ല ഫീലായിട്ടുണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കുട്ടീനെ തല്ലോ ഒന്നുമല്ല ചെയ്തേക്കണേ. കുട്ടി വീണു എന്നുള്ളത് അശ്രദ്ധയിൽ ചിലപ്പോൾ കുട്ടികളുടെ കുറുമ്പ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലേ സംഭവിച്ചിട്ടുണ്ടാവും. എടാ അങ്ങനെ നോക്കല്ലേ ഇനിയിപ്പോൾ. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോ മക്കളെയും അവിടെ കൊണ്ടുവന്ന് ചേർത്തുന്നത്. അപ്പോൾ അവർക്ക് കുട്ടികൾക്കൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ നല്ലപോലെ ഉണ്ടായിരിക്കും. എന്നാൽ വേണം എന്തായാലും കുട്ടികൾക്ക് ഒരാപത്തില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ ഈ നേരത്തെ എനിക്ക് പറയാനില്ല. അതായത് തൽക്കാലം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷയോടുകൂടി സ്വന്തം അഭിനയിച്ചു. ബൈ.